ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വേൾഡ് ഓഫ് സനുപ്രിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഔട്ടിംഗ് ആണ് കേട്ടോ. കുഞ്ഞ് ഔട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന കേരള ബോട്ട് ബുക്കിംഗ് എന്ന് പറയുന്ന കമ്പനിയിലെ സ്റ്റാഫും അവിടുത്തെ സാർ എല്ലാവരും കൂടി പോയിട്ടുള്ള ഒരു കുഞ്ഞ് മീറ്റപ്പായിരുന്നു. അപ്പോൾ ഈ ഒരു മീറ്റപ്പിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നീലേശ്വരം ഹൗസ് ബോട്ട് ടെർമിനലിൻ്റെ ഇനാഗുറേഷൻ ആയിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാർ എല്ലാം വന്നിട്ടുള്ള ഒരു വലിയ പരിപാടിയായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കാണാൻ പോയി പിന്നെ നമ്മളൊരു ബീച്ചിലൊക്കെ പോയി. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുഞ്ഞു ഔട്ടിങ്. പിന്നെ മാത്രമല്ല നമ്മളിവിടെയുള്ള എല്ലാവരെയും ഒന്ന് മീറ്റ് ചെയ്യാനും പരിചയപ്പെടാനൊക്കെ ആയിട്ട് നമുക്ക് വലിയൊരു അവസരം കൂടി കിട്ടി. അപ്പോൾ അത് നിങ്ങളിലൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് എല്ലാവരെയൊക്കെ ഒന്ന് പരിചയപ്പെടും കാണുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നവർ ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വേറെ ആരും അവിടെ സംസാരിക്കുമെന്ന് നോക്കിയിട്ട് ഇവരെല്ലാം ഇരിക്കുന്നത്. വീഡിയോ എടുക്കുകയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വലിയ പൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാവരും എന്തൊക്കെയോ ചിന്തിച്ചിട്ടൊക്കെ ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ. സാർ അറേഞ്ച് ചെയ്ത വണ്ടി വന്നിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടി ഇനാഗുറേഷൻ സ്പേസിലേക്ക് പോവാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് സാറിനെ കാണാനായിട്ട്, പിണറായി വിജയൻ സാറിനെ കാണാനായിട്ട് പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. നമുക്ക് സെൽഫി എടുക്കാനൊക്കെ പറ്റുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നമുക്ക് നോക്കാം സെൽഫിയൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ളത് കേട്ടോ. അപ്പോൾ ചെന്ന സമയത്ത് ഒന്ന് രണ്ടാൾക്കും നല്ല രീതിയിൽ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. ജസ്റ്റ് ബോറിംഗ് ഒന്നും ആയിരുന്നില്ല, നല്ല അട്രാക്ഷൻ ആയിരുന്നു അവിടെ. നല്ല കിടിലൻ പന്തലൊക്കെ ഇട്ടിട്ട് സെറ്റായിരുന്നു. ആളുകളൊക്കെ ഒന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ഏറ്റവും ബഹുമാനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ശ്രീ എം രാജഗോപാലൻ അവർ ബഹുമാനപ്പെട്ട തൃക്കരിപ്പൂർ MLA അടക്കമുള്ള വിശിഷ്ട വ്യക്തികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് സന്തോഷത്തോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വേദിയിലേക്ക് സ്നേഹാദരം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ ചടങ്ങിന്റെ അധ്യക്ഷനെയും മറ്റ് വേദിയിലുള്ള മുഴുവൻ വിശിഷ്ട വ്യക്തികളെയും സ്നേഹാദരം ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഈ വേദിയിൽ ഒത്തുചേർന്നിരിക്കുന്നത് കേരള സർക്കാർ വിനോദസഞ്ചാര വകുപ്പിന്റെ മലനാട് നോർത്ത് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച കോട്ടപ്പുറം ഹൗസ് ബോട്ട് ടെർമിനലിന്റെ ഔപചാരിക ഉദ്ഘാടന ചടങ്ങിന്റെ അപ്പോൾ കേരളത്തിലെ മറ്റുള്ള ഹൗസ് ബോട്ട് ടെർമിനലിനെ അപേക്ഷിച്ചിട്ട് ഈ കോട്ടപ്പുറം ഹൗസ് ബോട്ട് ടെർമിനലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4 ഹൗസ് ബോട്ട് ഒരുമിച്ച് പാർക്ക് ചെയ്യാനും അതുപോലെ ആളുകളെ കയറ്റാനും ഇറക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനാഗുറേഷനെ സംബന്ധിച്ച് കുറേ ഹൗസ് ബോട്ടെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അതിൽ അറ്റൻഡ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഫുഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് ഇവിടെ തന്നെയുള്ള ഫേമസ് ആയിട്ടുള്ള നളന്ദ റിസോർട്ടിലാണ് നമ്മൾ പോയിട്ടുള്ളത്. ഈ റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചെങ്കിൽ നല്ലൊരു ആംബിയൻസ് ആട്ടോ. കാരണം മാത്രമല്ല വരുന്ന ആളുകൾക്കൊക്കെ ഫാമിലി ആയിട്ടും മറ്റും വരുന്ന ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ ഫുഡ് കഴിക്കാനും അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. പിന്നെ അതുപോലെ കായലിനോട് ചേർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പുറത്തിരുന്ന് കഴിഞ്ഞാൽ പോലും നല്ലൊരു കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞുമക്കളെ ആട്ടി ഉറക്കാനുള്ള തൊട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ആരെങ്കിലും ഈ വഴി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നളന്ദ റിസോർട്ടിൽ പോകുക, നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. വണ്ടി സ്റ്റാർട്ടാക്കി ശരിയേട്ടാ തരാം.
ആനന്ദ റിസോർട്ടിൽ നിന്ന് നീലശ്ശൂരത്തുള്ള അഴിത്തല ബീച്ചിലോട്ട് വന്നു കേട്ടോ. അവിടുന്ന് കുറച്ചുണ്ട്. ആനന്ദ റിസോർട്ടിൽ നിന്ന് അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക്. നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ. ഇവിടെ കുറേ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും പിള്ളേരൊക്കെ ആയിട്ട് വരുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസാണ് കേട്ടോ അഴിത്തല ഈ ഒരു ബീച്ച് എന്ന് പറയുന്നത്. അത്ര വലിയ വലിപ്പമൊന്നുമില്ല, ഒരു കുഞ്ഞു ബീച്ച് കണ്ട. എല്ലാവരും ബിരിയാണിയൊക്കെ അടിച്ചിട്ട് കോഴി കഞ്ചാവ് അടിച്ച പോലെയാണ് വരുന്നത്. ഭയങ്കര ക്ഷീണം. കഴിക്കുന്നതിന് മുമ്പ് ഇത്രയും ക്ഷീണം ഉണ്ടായിരുന്നില്ല തോന്നുന്നു. കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ക്ഷീണമായത്. You whip up my appetite. Don't leave me here high and dry.